അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. എന്തൊക്കെയുണ്ട് വിശേഷം? റാത്തല്ലേ? പുണ്യ റജബിലെ മനോഹരമായ രാത്രി മനസ്സറിഞ്ഞ് ഒരു അൽഹംദുലില്ലാ പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ഹംദിൻ്റെ ഫലം കൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ സൗഭാഗ്യങ്ങൾ, സന്തോഷങ്ങൾ, സമാധാനം ആസ്വദിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഒരുപാട് ആളുകളാണ് ഉസ്താദെ കടം കൊണ്ട് പോലെയാണെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പഠിച്ച ദിക്റാണ്. ഒറ്റ രാത്രി കൊണ്ടൊരു മനുഷ്യൻ്റെ കടം വീടുകയും കൊടാനുകൂടി കോടീശ്വരനാക്കി തീർക്കുകയും ചെയ്തൊരു ദിക്റാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ ഒരു മനോഹരമായ ദിക്ർ ലാ ഹൗല എന്ന ദിക്ർ കുറച്ച് നമുക്ക് ചൊല്ലിയിട്ട് ബാക്കി അദ്കാറുകൾ ചൊല്ലി മുത്തുനബിയുടെ മദ്ഹുകൾ ചൊല്ലി ദുആ ചെയ്യണം. ഈ രാവിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പ്രയാസങ്ങളെല്ലാം അല്ലാഹു നീക്കി തരുമാറാകട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, 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 لا حول ولا قوة إلا بالله، 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 لا حول ولا قوة إلا بالله. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബേ, ഞങ്ങളുടെ കടങ്ങളൊക്കെ നീ വീട്ടണേ തമ്പുരാനെ, പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. അസ്മാഉൽ ഹുസ്ന കൊണ്ട് ചോദിച്ചാൽ കിട്ടാത്തത് വല്ലതുണ്ടോ? അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ മുൻനിർത്തി നമുക്ക് അല്ലാഹുവിനോട് ചോദിക്കണം. മനസ്സറിഞ്ഞുകൊണ്ട് ഒരു തവണ നമുക്ക് അസ്മാഉൽ ഹുസ്നയൊന്ന് പാരായണം ചെയ്യാം. യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്, യാ ഖുദ്ദൂസു യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, യാ മുഅ്മിനു യാ അല്ലാഹ്, യാ മുഹൈമിനു യാ അല്ലാഹ്, യാ അസീസു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ്, യാ മുതകബ്ബിറു യാ അല്ലാഹ്, യാ ഖാലിഖു യാ അല്ലാഹ്, യാ ബാരിഉ യാ അല്ലാഹ്, യാ മുസവ്വിറു യാ അല്ലാഹ്, യാ ഗഫാറു യാ അല്ലാഹ്, യാ ഖഹാറു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ്, യാ റസ്സാഖു യാ അല്ലാഹ്,
യാ ഫത്താഹു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഖാബിദു യാ അല്ലാഹ് യാ ബാസിതു യാ അല്ലാഹ് യാ ഖാഫിദു യാ അല്ലാഹ് യാ റാഫിഉ യാ അല്ലാഹ് യാ മുഇസ്സു യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ഹകമു യാ അല്ലാഹ് യാ അദ്ലു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ഖബീറു യാ അല്ലാഹ് യാ ഹലീമു യാ അല്ലാഹ് യാ അളീമു യാ അല്ലാഹ് യാ ഗഫൂറു യാ അല്ലാഹ് യാ ശകൂറു യാ അല്ലാഹ് യാ അലിയു യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ് യാ ഹഫീദു യാ അല്ലാഹ് യാ മുഖീതു യാ അല്ലാഹ് യാ ഹസീബു യാ അല്ലാഹ് യാ ജലീലു യാ അല്ലാഹ് യാ കരീമു യാ അല്ലാഹ് യാ റഖീബു യാ അല്ലാഹ് യാ മുജീബു യാ അല്ലാഹ് യാ വാസിഉ യാ അല്ലാഹ് യാ ഹകീമു യാ അല്ലാഹ് യാ വദൂദു യാ അല്ലാഹ് യാ മജീദു യാ അല്ലാഹ് യാ ബാഇസു യാ അല്ലാഹ് യാ ഷഹീദു യാ അല്ലാഹ് يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد. الحمد لله. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പലരും പ്രത്യേകം ദുആ വസിയത്ത് ചെയ്ത് നമ്മുടെ മജ്ലിസിലേക്ക് ഹദിയ ചെയ്തിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഹദിയകളൊക്കെ സ്വീകരിക്കട്ടെ. ചെറുതാണെങ്കിലും ഈ പ്രയാസം അനുഭവിക്കുന്ന ആളുകളിലേക്ക് നമ്മളത് കൊടുക്കുമ്പോഴേ അവരുടെ മനസ്സിലുള്ളൊരു സന്തോഷം, അതിൻ്റെ കണക്ക്, അതിൻ്റെ ഒരു മഹത്വം പറയാൻ പറ്റുമോ? അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്, എത്ര അപകടങ്ങൾ തട്ടിപ്പോകും അല്ലേ? അല്ലാഹു റബ്ബുൽ ആലമീൻ ഹദിയകളൊക്കെ സ്വീകരിക്കട്ടെ. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അല്പം മദ്ഹ് നമുക്ക് ചൊല്ലണം. യാക്രമ ചൊല്ലാലോ, എപ്പോഴും നമ്മൾ ചൊല്ലുന്നതാണ്. യാക്രമ അങ്ങനെ ബൈഹാട്ടാവട്ടെ.
അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. أكرم الخلق ما لمن ألوذ به سواك عند حلول الحديث العميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق رسول الله جاهك بي إذا الكريم تحالى باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم جل مولاي صل وسلم على حبيبك خير الخلق كلهم والتف بعبدك في دارين إن له صبرا متى تدعو الأهوال ينهزمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وأذن لصحبي صلاة منك دائمة على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم جل مولاي
على حبيبك خير الخلق كلهم ما رنحت عذبات الباني ريح صبا وأطرب العيسى حد العيسي بالنعم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبي سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങൾ ഈ ചൊല്ലിയ യാ അക്രമ ബൈത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെല്ലാ പ്രയാസങ്ങളും നീക്കണയല്ല, സമാധാനം തരണയല്ല, അസുഖങ്ങൾക്ക് ശമനം തരണയല്ല, കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണയല്ല. അതുപോലെ തന്നെ പുണ്യ റജബിലെ രണ്ടാമത്തെ രാത്രിയിൽ രണ്ടാമത്തെ 10 നമ്മൾ ചൊല്ലേണ്ട ദിക്ർ കുറച്ച് നമുക്ക് ചൊല്ലാം. ഒരല്പം ചൊല്ലിയിട്ട് ദ്വാരക്കാം അല്ലേ? ഇത് ചൊല്ലിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? മരിക്കുവോളം നമുക്കൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരില്ല എന്നാണ്, അള്ളാഹിൻ്റെ മുമ്പിൽ മാത്രം. ആ ബോധ്യത്തിൽ ചൊല്ലുക. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. سبحان الله الأحد الصمد 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 سبحان الله الأحد الصمد
سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد سبحان الله الأحد الصمد الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد أرحم الراحماയ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ് ഈ സദസ്സ് നീ കബൂൽ ചെയ്യണേ റഹ്മാനേ ചൊല്ലിയതും പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ അല്ലാഹ് നീ ഖായിബാക്കല്ലേ അല്ലാഹ് നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല അല്ലാഹ് ഒരുപാട് ആഗ്രഹങ്ങളുമായി സദസ്സിലേക്ക് എത്തിയവരാണ് എല്ലാ മുറാദുകളും നിനക്കറിയാമല്ലോ റബ്ബേ നീ ഹാസിലാക്കണേ അല്ലാഹ് നീ കൈവെടിയല്ലേ നാദാ നീ ഞങ്ങളെ വലിച്ചെറിയല്ലേ അല്ലാഹ് പടച്ചവനെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണേ അല്ലാഹ് ഐക്യം നിലനിർത്തി
ഉയർത്തണേ അല്ലാ, പൊന്നുമക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, അവരുടെ പഠനങ്ങളിൽ പുരോഗതി നൽകണേ അല്ലാ. മദ്രസകളിലും സ്കൂളുകളിലും മറ്റു മേഖലകളിലെല്ലാം എക്സാമുകൾ എഴുതുന്നവരുണ്ട്, PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ തുടങ്ങി ഏതെല്ലാം എക്സാമുകളുമായി ബന്ധപ്പെടുന്നുണ്ടോ എല്ലാവർക്കും നീ ഉന്നത വിജയം നൽകണേ അല്ലാ. യാ റബ്ബന, ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് ശോഭനമായ ഭാവി നൽകണേ അല്ലാ. മക്കളില്ലാത്തവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാ. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാ. അതുപോലെ സബാഹുൽ ഖൈർ കുടുംബത്തിലെ ഒരു ഉമ്മ നാളെ ഉംറക്ക് പോവുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ യാത്രയിലുടനീളം നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. പരിപൂർണമായി അമലുകൾ ചെയ്ത് ഞങ്ങളിലേക്ക് തിരിച്ചെത്താൻ നീ സൗഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾക്കും വിദൂരമല്ലാത്ത ഭാവിയിൽ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്തും ചെയ്യാൻ നീ പലയാവർത്തി തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ. യാ റബ്ബന, യാ റബ്ബന, കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങളെല്ലാം വീട്ടണേ അല്ലാ. ദാരിദ്ര്യം തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. തൊഴിലുകളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. നീ കൈവെടിയല്ലേ അല്ലാ. നിന്റെ ഖജനാവ് വിശാലമാണല്ലോ അല്ലാ. പ്രവാസികളുണ്ട്, ബറക്കത്ത് ചൊരിയണേ അല്ലാ. യാ റബ്ബന, പടച്ചവനെ എത്രയോ അസുഖബാധിതരുണ്ട്, ക്യാൻസർ ബാധിച്ചവർ, ട്യൂമർ ബാധിച്ചവർ, പടച്ചവനെ വല്ലാത്ത അവസ്ഥയിലാണ്. എല്ലാവർക്കും പരിപൂർണ സൗഖ്യം നീ നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. ഏത് ഡോക്ടർ മരുന്നില്ലെന്നു പറഞ്ഞാലും എല്ലാ സയൻസുകളെയും പടച്ച ജഗന്നിയന്താവായ അല്ലാ, നിന്റെ അടുക്കൽ മരുന്നില്ലാത്ത രോഗമില്ലല്ലോ അല്ലാ. നീ കൈവെടിയല്ലേ തമ്പുരാനേ. മാറാ രോഗങ്ങളെ തരല്ലേ അല്ലാ. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനം കൊടുക്കണേ അല്ലാ. എത്രയോ പെണ്ണ് കണ്ടിട്ടും വിവാഹം ഉറയ്ക്കുന്നില്ല, അതുപോലെ തന്നെ പലവിധ ആലോചനകൾ വന്നിട്ടും വിവാഹം നടക്കുന്നില്ലെന്ന് പറഞ്ഞവർ, അല്ലാഹുവേ, എല്ലാവരുടെയും ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. ഉറപ്പിച്ചവർക്ക് ഭംഗിയായി നടത്താൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അവരുടെ എല്ലാം കബറിടങ്ങളിലേക്ക് ഈ ദിക്റിന്റെ മിസിൽ സവാബ് എത്തിച്ച് നീ സന്തോഷിപ്പിക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണേ അല്ലാ. നിന്റെ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് ആരംഭപ്പൂവായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു മരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. കുഞ്ഞുങ്ങളെ യതീമുകളാക്കല്ലേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിലായി നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭപ്പൂവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ സ്വർഗീയ ലോകത്ത് നീ ഒരുമിപ്പിക്കണേ അല്ലാ. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോൾ സബാഹുൽ ഖൈർ സദസ്സ് അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അതിൽ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണിക്കാണ് സബാഹുൽ ഖൈർ. 15-20 മിനിറ്റൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. ആ സദസ്സിൽ പങ്കെടുത്ത് അറിവ് നേടുക. ആ ഒരു സുന്ദരമായ സദസ്സിൽ പങ്കെടുത്തതിൻ്റെ ഊർജ്ജം ഒരുപാട് ആളുകൾ അനുഭവിക്കുന്നുണ്ട്. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ മജ്ലിസുകളിലെല്ലാം അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.